എല്ലാവർക്കും സത്സംഗ ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് പ്രോഗ്രസ് വന്നിട്ടുള്ളത് ഈ ഒരു രഹസ്യം അറിഞ്ഞതിന് ശേഷമാണ്. അതിന് മുമ്പ് വരെ ഞാനും പലരെ പോലെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷണം, എന്തിനാണ് എൻ്റെ ലൈഫിൽ ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നടന്ന ഒരാളാണ്. ഈ ഒരു രഹസ്യം എന്ന് എൻ്റെ കൈകളിലേക്ക് വന്നോ, എൻ്റെ ഉള്ളിലേക്ക് വന്നോ, അന്ന് തൊട്ട് ജീവിതം മാറാൻ തുടങ്ങി. ജീവിതത്തിൽ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാവാൻ തുടങ്ങി. നമ്മൾ പറയില്ലേ, എന്തിനാണ് ഈ പരീക്ഷണം, എന്തിനാണ് എനിക്ക് മാത്രം ഇങ്ങനെ പരീക്ഷണം, എന്തിനാണ് ദൈവം എന്നെ ശിക്ഷിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ സ്കൂളിലും കോളേജിലും ഈവൻ അംഗനവാടികളിലും നഴ്സറിയിലും എല്ലാം നഴ്സറിയിൽ പരീക്ഷ ഇല്ലായിരിക്കും, പക്ഷെ എന്നാലും പരീക്ഷകൾ ഉണ്ട് അല്ലേ? പരീക്ഷകൾ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷകളുണ്ട്. എന്തിനാണ് ഈ പരീക്ഷ? കാരണം നമ്മൾ എത്ര പഠിച്ചു എന്ന് ടീച്ചറിനോ കോളേജിനോ യൂണിവേഴ്സിറ്റിക്കോ എന്തെങ്കിലും അറിയോ? ഇല്ല. അത് അളക്കാൻ വേണ്ടിയാണ് പരീക്ഷ, കാരണം അവർക്കറിയില്ല. അപ്പോൾ ദൈവം എന്തിനാണ് പരീക്ഷിക്കുന്നത്? അതൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എല്ലാം അറിയുന്നവനാണ് ദൈവം എന്ന് നമ്മൾ പറയാറുണ്ട്, എല്ലാ ഗ്രന്ഥത്തിലും ഉണ്ട്. അങ്ങനെയുള്ള ദൈവം നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് നമ്മളെ പരീക്ഷിക്കും. ദൈവത്തിന് അറിയില്ലത്. എല്ലാം അറിയുന്നവനാണ്, പാസ്റ്റും ഫ്യൂച്ചറും പ്രസൻറ്റും എല്ലാം അറിയും. അങ്ങനെയുള്ള ഒരാൾ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു മണ്ടത്തരമുണ്ടോ നമ്മുടെ വിശ്വാസത്തിൽ? വിശ്വാസികളോടാണ്. വിശ്വാസം ഇല്ലാത്തവർ ഇതിനെ എല്ലാത്തിനും മണ്ടത്തരം എന്ന് പറയും. പക്ഷേ വിശ്വാസികൾ, അങ്ങനെ നമ്മൾ ദൈവത്തിനെ വിശ്വസിക്കുന്നവർ, അങ്ങനെ ഒരു വിശ്വസിക്കുന്നത് ദൈവം നമ്മളെ പരീക്ഷിക്കും. കാരണം നമ്മളെങ്ങനെ എന്ത് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയണം. അതൊരു മണ്ടത്തരമല്ലേ? എല്ലാം അറിയുന്നവനല്ലേ ദൈവം? അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ഫസ്റ്റ് മണ്ടത്തരമാണ് അല്ലേ? അപ്പോൾ ഈ ഒരു പോയിൻ്റ് വളരെ നമ്മുടെ മൈൻഡിലേക്ക് കയറ്റേണ്ട ഒരു കാര്യം. മൈൻഡിലേക്കല്ല, ഹൃദയത്തിലേക്ക്. അപ്പോൾ എന്തിനാണ് പരീക്ഷണം? നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മളെ കാട്ടിത്തരാനാണ് പരീക്ഷണം. നമ്മൾ എവിടെ നിൽക്കുന്നു, എന്താണ് നമ്മുടെ വിശ്വാസം? നമ്മളിപ്പോൾ പറയും, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ദൈവം കഴിഞ്ഞുള്ളൂ എനിക്ക് എല്ലാവരും, എല്ലാത്തിനും എനിക്ക് ദൈവമാണ് കൂടുതലും, എൻ്റെ ലൈഫിലെല്ലാം അതാണ്. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിനെ കുറ്റം പറയുന്നത് കാണാം. ചില ആൾക്കാർ ഈവൻ യുക്തിവാദികൾ വരായിപ്പോവും അല്ലേ, പ്രശ്നങ്ങൾ വരുമ്പോൾ. അപ്പോൾ ഇതെന്താണ്? അപ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മളെ തന്നെ കാണിച്ചു തരികയാണ്. നമ്മളൊരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളുടെ ഫിസിക്കൽ രൂപം കാണും. ഈ പരീക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആന്തരിക അവസ്ഥ നമ്മളെ കാണിച്ചു തരാണ് പരീക്ഷണം. അതാണ് ദൈവം തരുന്നത്. നമ്മളെ കാണിച്ചു തരാണ്. ഇത്ര ഉള്ളൂ നീ, അല്ലെങ്കിൽ ഇതാണ് നിൻ്റെ സത്യം. ഈ വിശ്വാസം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇത്ര ഉള്ളൂ നീ, മനസ്സിലായി? അത് കാണിച്ചു തരുവാണ്. ഈ കാണിച്ചു തരുന്നത് ഒരു എന്താ പറയുക, നമ്മളെ ഇട്ട് വിഷമിപ്പിക്കാനല്ല. അതിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കുന്നു, അവിടെയാണ് നമ്മുടെ ഫ്രീ വില്ല് വരുന്നത്. ഇത് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഈ ഒരു പരീക്ഷണം, ഈ ഒരു ലൈഫ് സിറ്റുവേഷൻ എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? ഇതിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കേണ്ടത്? അതാണ് നമ്മളവിടെ ചിന്തിക്കേണ്ടത്. മനസ്സിലായില്ല? അപ്പോൾ അത് ചിന്തിച്ച് കഴിയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാവും. അത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിസിക്കൽ വർക്കൗട്ടിന് പോകുന്ന എന്തിനാണ്? നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനെ ടെസ്റ്റ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനുമാണ്. അതേപോലെ തന്നെയാണ് സ്പിരിച്വൽ ടെസ്റ്റ് നമ്മളുടെ ആത്മാവിൻ്റെ ഏത് സ്റ്റേറ്റിലാണ് നമ്മളുടെ കോൺഷ്യസ് ലെവൽ, നമ്മളുടെ ആത്മാവിൻ്റെ ആ ഒരു ആന്തരിക അവസ്ഥ, നമ്മുടെ തന്നെ എസൻസിൻ്റെ ആന്തരികമായിട്ടുള്ള അവസ്ഥ. എസൻസ് തന്നെ ആന്തരികമാണ്. അപ്പോൾ നമ്മളുടെ തന്നെ ആന്തരികമായിട്ടുള്ള അവസ്ഥയെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. അതിനാണ് ഈ പരീക്ഷണങ്ങളുള്ളത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. ചില ആൾക്കാർ ചില യോഗ റിട്രീറ്റിലും മെഡിറ്റേഷനിലൊക്കെ ചെയ്തിട്ട് പറയും, 7 ദിവസത്തെ മെഡിറ്റേഷൻ, ധ്യാന കൂട്ടായ്മ അല്ലെങ്കിൽ ധ്യാനം കൂടാൻ പോവുക, എന്നിട്ട് പറയും ഞാൻ നന്നായി. ഇപ്പം എനിക്ക് ഒരു ഇഞ്ച് ദേഷ്യം പോലും ഇല്ല. വീട്ടിലോട്ട് ചെന്ന് ചില ആൾക്കാരെയൊക്കെ കാണുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴായിരിക്കും നമുക്ക് ഇതെല്ലാം പുറത്തേക്ക് വരുന്നത്. കാരണം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് പരീക്ഷണം.
ഈ പ്രിക്ക് ചെയ്യാൻ, ഈ പ്രൊവോക്ക് ചെയ്യാൻ എന്നുള്ളത് ഒരു പരീക്ഷണമാണ്. നമ്മളെ കാണിച്ചു തരികയാണ്, നീ ഒന്നും ആയിട്ടില്ല, ഇനിയും മുന്നേറാനുണ്ട്. അല്ലാതെ ഒരു നെഗറ്റീവ് അല്ലത്, ഇനിയും മുന്നേറാനുണ്ട് അല്ലേ. എത്രയോ സയൻറ്റിസ്റ്റുകൾ എത്രയോ പരീക്ഷണങ്ങൾ ചെയ്ത് ഫെയിൽ ചെയ്തിട്ടാണ്, 1000-ഓളം പരീക്ഷണങ്ങൾ ഫെയിലായിട്ടാണ് പിന്നെ അത് വിജയിക്കുന്നത്. ഈ ഫെയിലാവുന്നതിൽ നിന്ന് ഓരോ കാര്യങ്ങൾ അവർ പഠിച്ചുകൊണ്ടേയിരുന്നു. ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ. അതേപോലെ ലൈഫിലും നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ്, നമ്മുടെ സോള് പഠിക്കുകയാണ്. ഈ പഠനം ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ പല ആൾക്കാരും ഇങ്ങനെ പറഞ്ഞു നടക്കും, അതാണ് ഇതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ്, ഈ വെച്ചുകെട്ടലാണ് ഒരുപാട് പേർക്ക് അല്ലേ. ഒരുപാട് പേർക്ക് ചില ആൾക്കാർ സംസാരിക്കുന്ന തന്നെ കണ്ടിട്ടില്ലേ, വളരെ ബുദ്ധനെ പോലെ ഒന്ന് ഉരിയാടാൻ പോലും, മറ്റേ പവിഴം ഒന്ന് ഉരിയാടാൻ പോലും അത്രയും ഇതാണ്. അപ്പോൾ ആക്ടിങ്, നമ്മൾ എന്തിനാണ് ആക്ട് ചെയ്യുന്നത്? നമ്മളായിട്ടിരിക്കാൻ പഠിപ്പിക്കുവാണ് പരീക്ഷണം. നമ്മൾ എന്താണോ അത് നമ്മളായിട്ടിരിക്കുക. നമുക്കൊരു വേഷം കെട്ടലിൻ്റെ ആവശ്യമില്ല. നമ്മളായിട്ട് റോ ആയിട്ട് ആ ഒരു നമ്മുടെ ഏറ്റവും റോ ഫോമിൽ ആക്കാനാണ് ഈ പരീക്ഷണം. അപ്പോൾ നമ്മൾ എന്തായി മാറും? ഒരു കുട്ടിയുടെ മനസ്സായി മാറും. എല്ലാം ലേൺ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാവും. നമ്മളാരും പെർഫെക്റ്റ് ആണെന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ല. അവിടെ വിനയം ഉണ്ടാവും. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, സ്പിരിച്വൽ ഫീൽഡിൽ എന്ത് പറഞ്ഞാലും അംഗീകരിക്കത്തില്ല. ഈഗോ അല്ലേ. ഞാനെല്ലാമാണ്, ഞാൻ ഏറ്റവും വലിയ ആളാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരുമില്ല. എല്ലാവരും ഓരോ നിമിഷവും പഠനത്തിലാണ്, ദൈവികമായിട്ടുള്ള പഠനത്തിലാണ്. ആ ഒരു ഓൾവേസ് ബി എ സ്റ്റുഡൻറ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു കേപ്പബിലിറ്റി ഇത് എല്ലാ ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഗ്രന്ഥത്തിലും ഖുർആനിലും ബൈബിളിലും ഗീതയിലും ഉപനിഷത്തുകളിലും എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. സൂറ അൽ ബഖറ, അതിൽ പറയുന്ന ഒരു കാര്യമാണ്, ദൈവം നിനക്ക് താങ്ങാൻ കഴിയുന്നതിൽ കൂടുതൽ ഒരു പരീക്ഷണം ഒരിക്കലും തരില്ല. ഇത് തന്നെ ബൈബിളിലും ഉണ്ട്, ഇത് തന്നെ ഗീതയിലും ഇൻഡയറക്റ്റായിട്ടുണ്ട്. സൊറോസ്ട്രിയൻസിൻ്റെ ഗ്രന്ഥങ്ങളിലും നിങ്ങൾക്ക് സൊറോസ്റ്ററിൻ്റെ ബുക്സ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തും പറയുന്നുണ്ട്. സൂഫി ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, റൂമിയുടെ പുസ്തകങ്ങളിൽ എസ്പെഷ്യലി സൂഫി. ചിലപ്പോൾ നമുക്ക് അനുഭവിക്കാറുണ്ട്, ദൈവം വളരെ സൈലൻ്റാണ്, നമുക്ക് കണക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഒരുപാട് കഷ്ടപ്പാടുകൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ദൈവം പോലും സൈലൻ്റ് ആയിരിക്കുന്നത് അതും ഒരു പരീക്ഷണമാണ്. നിങ്ങളതും അറിയാം. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാളും കൂടുതൽ പ്രയർ ചെയ്യുക, കൂടുതൽ ധ്യാനിക്കുക, കൂടുതൽ കണക്ട് ചെയ്യുക, ഗിവ് അപ്പ് ചെയ്യാതെ ഇരിക്കുക. മറ്റ് മാർഗങ്ങളിലേക്ക്, അതായത് മറ്റ് അവിശ്വാസത്തിൻ്റെയും അതേപോലെ ബ്ലെയിമിങ്ങിൻ്റെയും മാർഗങ്ങളിലേക്ക് പോകാതിരിക്കുക. കൂടുതൽ ആ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുക, ഡിവൈനുമായിട്ട് കൂടുതൽ കണക്ഷൻ ഉണ്ടാക്കാൻ നോക്കുക, സറണ്ടർ ചെയ്യുക, നമ്മൾ പ്രവർത്തിക്കുക. ആ സറണ്ടറിൽ നിന്ന് കിട്ടുന്ന ശക്തി കൊണ്ട് പ്രവർത്തിക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് ഇതെല്ലായിടത്തും ഉള്ളതാണ്. ഈ പരീക്ഷണങ്ങളില്ലാതെ നമുക്ക് പറ്റില്ല. പരീക്ഷണങ്ങളാണ് നമ്മളുടെ ആത്മാവിനെ ഇവോൾവ് ചെയ്യുന്നത്, നമ്മുടെ ആത്മാവിനെ വളർത്തുന്നത്. അതിലൂടെയാണ് നമ്മൾ പറയില്ലേ, നമ്മളുടെ ഇന്നർ സ്ട്രെങ്ത്, നമ്മളാക്കുന്നത് പരീക്ഷണങ്ങളാണ്. ഇപ്പോൾ ഈ സ്ട്രോങ് ആയിട്ട് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാവരും ഒരുപാട് കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ പോയിട്ടുള്ളവരാണ്. ഈ പരീക്ഷണങ്ങളിൽ നിന്നാണ് അവരെ വാർത്തെടുക്കുന്നത്. എത്രയോ ചൂട് അല്ലേ, എത്രയോ പ്രഷർ കൊണ്ട് ഇതാക്കിയിട്ടാണ് ഒരു വജ്രം ഉണ്ടാവുന്നത്. പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു പ്രഷറാണ്. ഈ പ്രഷറിൽ നിന്ന് നമ്മൾ ഒരു വജ്രമായി മാറും എന്നുള്ളതാണ്. അപ്പോൾ ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ നിങ്ങൾ ബ്ലെയിം ചെയ്യാതിരിക്കുക ആരെയും. ഈ ആ പരീക്ഷണം നേരിടാനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അല്ലാതെ പരീക്ഷണം എന്തിനു തന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. നമ്മൾ ആ പരീക്ഷണം നേരിടാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും നമ്മൾ ഗൈഡൻസിനായിട്ട് ദൈവത്തിനോട് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഗൈഡൻസ് ഉണ്ടാവും, പ്രൊവൈഡഡ് നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ. നമ്മളുടെ ഉള്ളിലും സർവ്വചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ആ ബോധം നമ്മളെ ഗൈഡ് ചെയ്യും.
എല്ലാവരെയും ഗൈഡ് ചെയ്യട്ടെ. ഈ ഒരു അറിവ് നിങ്ങളെപ്പോഴും ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ഇതൊന്ന് കേട്ട് നോക്കുക. പരീക്ഷയ്ക്കില്ല ഒരിക്കലും. നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നോ അത് നമുക്ക് വേണ്ടി സംഭവിക്കുന്നതാണ്. അത് നമുക്കുള്ളൊരു ടെസ്റ്റാണ്. അത് വളരെ നന്നായിട്ട് അതിനെ നേരിടുക, ശക്തി തരാനായിട്ട് ആവശ്യപ്പെടുക. ഉറപ്പായിട്ടും നിങ്ങൾക്കത് കിട്ടും. നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും, എല്ലാവർക്കും പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണങ്ങളിലൂടെ ഓരോ പരീക്ഷണങ്ങളും ശക്തമായി ദൈവത്തിൻ്റെ ശക്തിയിൽ കടന്ന് മുന്നേറി ആ ഒരു വിജയം നമ്മളിലേക്ക്, വിജയം എന്ന് പറയുമ്പോൾ വിജയത്തിലും ഒരു അത് കഴിഞ്ഞിട്ടും പരീക്ഷണമുണ്ട്. ഇറ്റ്സ് എൻ ഓൺ ഗോയിങ് ജേർണി. അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പോൾ ശക്തമായ ഓരോ പരീക്ഷണങ്ങളെ നേരിടാനുള്ള കഴിവ് സർവേശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ യാതൊരു ഇതെല്ലാത്തിലുള്ളതാണ്. ഇതിന് മതമോ ജാതിയോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ കുറച്ച് നേരമെങ്കിലും സ്പെൻഡ് ചെയ്യുക. അതുവഴി ഇതെല്ലാം സാധ്യമാവും. ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. താങ്ക് യു.